പാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത പോലീസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഒന്നാം പ്രതി. ഹൈബി ഈഡൻ MP, MLA മാരായ TJ വിനോദ്, ഉമ തോമസ്, അൻവർ സാദത്ത് എന്നിവരെ കൂടാതെ കണ്ടാലറിയാവുന്ന 75 പേർക്കെതിരെയും കേസുണ്ട്. ഉപരോധ സമരത്തിനിടെ പോലീസ് സ്റ്റേഷൻ കത്തിച്ചു കളയുമെന്ന് നേതാക്കൾ ഭീഷണി മുഴക്കിയെന്നാണ് FIR. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഇന്നലെ പുലർച്ചെ വരെ നീണ്ടുനിന്ന പ്രതിഷേധം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെയാണ് അവസാനിപ്പിച്ചത്. 8 മണിക്കൂറോളമാണ് പാലാരിവട്ടം സ്റ്റേഷൻ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഉപരോധിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് പ്രതികളെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി. പിന്നാലെ ഇവർക്ക് ജാമ്യം അനുവദിച്ചു. ഇതോടെ പുലർച്ചെ 2 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനൊപ്പം പാലാരിവട്ടം ജംഗ്ഷനും പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. ഇതോടെ കൊച്ചി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ 2 നീതിയാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത് CPM-ന് ഒത്താശ ചെയ്യാനാണെന്നാരോപിച്ച് MLA-മാരും രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിന്റെ സമാപന ദിവസമാണ് ഇന്ന്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് അവസാന ദിനത്തിലെ പരിപാടി. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.